ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ റൂം വെക്കേറ്റ് ചെയ്യാണ്. റൂം വെക്കേറ്റ് ചെയ്തിട്ട് കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. ലൈറ്റിൻ്റെ ഒരു പ്രശ്നം. നമുക്ക് ഇന്ത പക്കം നിന്ന് സംസാരിക്കാം. ഇവിടെ ലൈറ്റ് ഇങ്ങനെ ആയിക്കോട്ടെ. അരനേട്ടനും അതാ. അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് ഞാൻ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. അവിടുന്ന് കല്യാണം കൂടിയതിന് ശേഷമാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. എന്നിട്ട് അവിടെ ഞാനൊരു ചേച്ചിയുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നാളെ തിരുവനന്തപുരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് ഒരുപാട് അമ്പലങ്ങളിൽ എനിക്ക് പോകാനുണ്ട്. അതൊക്കെ പോയതിന് ശേഷം എന്നിട്ട് തിരിച്ച് എനിക്ക് പത്തനംതിട്ടയിലേക്ക് പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നാട്ടിൽ പിടിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. നാട്ടിൽ എന്തായാലും ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ടേ എത്തുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ അരുണേട്ടൻ അതാക്കുന്ന ഡോ നിൽക്കടോ ഡോ 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 ഇഷ്ടമല്ലാതെ വീഡിയോയിൽ നിൽക്കുക. അതാ അങ്ങനെ. അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ എല്ലാവരോടും ബാക്കി വിശേഷങ്ങളൊക്കെ കല്യാണ വീട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക്. ഇത്രയും ലോങ് പോകുമ്പോൾ വണ്ടി കഴുകാതിരിക്കുന്നത് നല്ലതാ. അത്രയും പൊടി, റോഡ് പണിയല്ലേ, അപ്പൊ പൊടിയായിരിക്കല്ലോ. ഇത് കഴിഞ്ഞിട്ട് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക്. അപ്പൊ ഇനി വിശേഷങ്ങളൊക്കെ കല്യാണ ഓഡിറ്റോറിയത്തിൽ എത്തിയതിനു ശേഷം കാണാം കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പാർക്ക് ചെയ്യാൻ അങ്ങോട്ടോ സ്ഥലമില്ലല്ലോ. അങ്ങനെ നേരെ കല്യാണ ഓഡിറ്റോറിയത്തിലെത്തി. അവരെ ഫേസ് ഫസ്റ്റ് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അതെന്താ വെച്ചാൽ ആ കെട്ടിപ്പിടുത്തം ഒന്നും കിട്ടിയില്ല എനിക്ക്. വെള്ളം കുടിക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട്. അപ്പം വെള്ളം കുടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് കയറാമെന്ന് പറഞ്ഞ് അരുണേ വന്നാട്ടോ പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇതാക്കിയെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വരുന്നുണ്ട്. അപ്പോൾ കോപ്പി റൈറ്റ് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതേ കിടക്കുന്ന നമ്മുടെ ചെക്കനും പെണ്ണും. ബാക്കി ഉള്ളിലുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ നമുക്ക്. നിന്നെ എന്താ വെള്ളം കുടിക്കുന്നതും കൂടിയും ഒന്ന് കണ്ടേക്കാം, എന്നിട്ട് ഉള്ളിലേക്ക് പോവാം. അതെന്നോട് മറന്നുപോയി. അവിടുന്ന് വെള്ളം കുടിച്ചതിന് ശേഷം കേട്ടോ ഉള്ളിലേക്ക് പോയത്. അങ്ങനെ ചെക്കനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നിൽക്കുകയാണ്. പാട്ടും ഡാൻസും എന്താ പറയുക ഒക്കെ ആയിട്ടാണ് ചെക്കനെ വരവേൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പിള്ളേരാണ്. അവരുടെ കളിയും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ചെക്കനെത്തി എന്ന് പറഞ്ഞപ്പം ആ ഹാള് തന്നെ ഒന്ന് ഹാല് ഇളകിയതുപോലെ ആയിപ്പോയി. അങ്ങനെയാണല്ലോ പൊതുവെ കല്യാണ വീട് എന്ന് പറയുന്നത്. എപ്പോഴും പ്രാധാന്യം ചെക്കനും പെണ്ണിനും ആണല്ലോ. അതെവിടെയായാലും അങ്ങനെ തന്നെയാണ്. പണ്ടൊക്കെ എൻ്റെ നാട്ടിൽ ഈ ചെക്കനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തല്ല്. അന്നൊന്നും ചെക്കന്മാരൊന്നും ഇതേപോലെ സൂട്ടും കൂട്ടും ഒന്നും ഇട്ടിട്ടല്ലായിരുന്നു കേട്ടോ വരാറ്. അവർ വരിക, പെണ്ണിൻ്റെ ഡ്രസ്സ് ഏതാണോ അതിനനുസരിച്ച് ഒരു കളറ് ഷർട്ടോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ഷർട്ടോ ഇട്ടിട്ടാണ് വരിക. ചെക്കനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തലയിലൊരു ടവലുണ്ടാവും. അതാണ് ചെക്കനെ തിരിച്ചറിയാനുള്ള ഏക അടയാളം. അല്ലാതെ ചെക്കൻ ഏതാണെന്നോ പെണ്ണിനെ പിന്നെ പുറപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ചെക്കൻ ഏതാന്നുള്ളത് നമുക്ക് അങ്ങനെയൊന്നും മനസ്സിലാവില്ല. തലയിൽ ഒരു വെള്ള ഒരു നമ്മളെ എന്താ പറയുക ടവലുണ്ടല്ലോ, കർച്ചീഫ്, അത് കിട്ടിയ ആളാരാണോ അവനാണ് ചെക്കൻ എന്നുള്ളതാണ് നമ്മളുടെ ആകെ അടയാളമുള്ളത്. അതുകൊണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നല്ല അടിപൊളി സോട്ടും കൂട്ടും ഒക്കെ ഇട്ടിട്ടാണ് പയ്യൻ വന്നത്. അതേപോലെ
നല്ല ഡാൻസും നല്ല കളിക്കുന്ന പിള്ളേരാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് പാട്ട് വെച്ചിട്ട് വെക്കണമെന്നുണ്ട്, പക്ഷെ പാട്ട് വെച്ചിട്ട് ഞാൻ FB-യിൽ ഇടാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അവിടുന്ന് കാണാം. അല്ലാതെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ പാട്ട് കൊടുക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ഒരുപാട് സമയമുണ്ട് താനും, അതുകൊണ്ട് ഫുള്ളായിട്ട് കൊടുക്കുന്നുമില്ല. ബാക്കി നമുക്ക് വയ്യ കാണാം കേട്ടോ. ചെക്കൻ സ്റ്റേജിലേക്ക് കയറുന്നൊരു രംഗത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. 2 തലയും പൂത്തിരി കത്തിച്ച് അതേപോലെ ഒരുപാട് ബബിൾസും, എന്താ പറയുക, സലീം കുമാർ പറയട്ടെ, പറയും പോലെ സ്മോക്ക് പറയട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അതിൽ ഒന്നായിട്ട് സ്മോക്കും എന്തായിരുന്നു എന്നറിയോ കാണാൻ ഭംഗി. വളരെ ഭംഗിയായിരുന്നു. നല്ല അടിപൊളിയോടുകൂടെ തന്നെ ചെക്കനെ അങ്ങോട്ട് വരവേറ്റിട്ടുണ്ട്. അത് ഭയങ്കര ഒരു രസം തന്നെയായിരുന്നു. ഈ പിള്ളേർ ഇങ്ങനെ വരവേൽക്കുന്നത്. ഈ ബബിൾസിൻ്റെ ഉള്ളിൽ കൂടി നിന്നിട്ടൊരു റീലൊക്കെ എടുത്താൽ സൂപ്പർ ആകുമായിരുന്നു അല്ലേ. അയ്യോ, തെറ്റിപ്പോയി, മാറിപ്പോയി. നമ്മൾ ചെക്കൻ്റെ കാര്യം പറഞ്ഞു, ഇനി പെണ്ണിൻ്റെ കാര്യത്തിലേക്ക് പോവാം. ചെക്കനെ കണ്ടു, ഇനി പെണ്ണിനെ കാണണ്ടേ. ഇതൊക്കെ പാട്ട് വെച്ചിട്ട് തന്നെ വെക്കണം മക്കളെ. ഏമാതിരി ഭംഗിയാണെന്നറിയോ, എജ്ജാതി ഡാൻസാണെന്നറിയോ പിള്ളേർ കളിക്കുന്നത്. പക്ഷേ നമ്മുടെ യൂട്യൂബ് മുതലാളി അങ്ങനെ കുറേ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടല്ലോ, ചില പാട്ടിന് കോപ്പിറൈറ്റ് തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുതലാളിനെ വെറുപ്പിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇതിൻ്റെ ഒന്നും പാട്ട് വെക്കുന്നില്ല. പക്ഷേ ഇതേപോലെ തന്നെ പാട്ട് വെച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിലിടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ കണ്ടോളൂ കേട്ടോ. കാരണം കാണേണ്ടത് തന്നെയാണ്. ചില കലയെ നമ്മൾ അംഗീകരിക്കണമെന്ന് പറയാറില്ലേ, അതേപോലെയാണ്. ഇവരുടെ കഴിവിനെയും കലയൊക്കെ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും അംഗീകരിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ പെണ്ണിനെ ആനയിച്ച് കൊണ്ടുവരുന്നതാട്ടോ. അതും കാണാനും കണ്ടിരിക്കാനും ഒക്കെ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് പെണ്ണ് സ്റ്റേജിലേക്ക് കയറുന്ന ആ ഒരു രംഗം ചെക്കനെ പോലെ തന്നെയായിരുന്നു. അതും കൂടി ഒന്ന് കണ്ടേക്കാം. ഒരുപാട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ. സലീം കുമാറിൻ്റെ ഡയലോഗാട്ടോ ആദ്യം എനിക്ക് ഓർമ്മ വന്നത്, സ്മോക്ക് എവിടെ എന്നുള്ളത്. അത് തന്നെയായിരുന്നു ചെക്കൻ്റെ കാര്യത്തിലും എനിക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ഏതോ ഒരു സിനിമയിൽ പറയുന്നില്ലേ, ചതിക്കാത്ത ചന്തൂല് സ്മോക്ക് എവിടെയെന്ന്, അതേപോലെ സ്മോക്കൊക്കെ ആയിട്ട് ഈ ഒരു രംഗം കാണാൻ തന്നെ വല്ലാത്തൊരു ഫീലായിരുന്നു. മനസ്സിനായിട്ട് കുളിർമ തരുന്നൊരു ഒരു എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷം തരുന്നൊരു മൂമെൻ്റ് ആയിരുന്നു. ചെക്കനും പെണ്ണും കൂടിയും ആ കൈ കൊടുക്കുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, നീ എൻ്റേതും ഞാൻ നിൻ്റേതും എന്ന് പറഞ്ഞ രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ തന്നെ അല്ലേ. മേഡ് ഫോർ ഈച്ച് തരം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് ദേ ഇന്നലെ ഞാൻ കണ്ടു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെക്കനെയും പെണ്ണിനെയും കാണാൻ. ചെക്കിക്കൊത്ത ചങ്കരൻ, നമ്മുടെ നാടൻ ഭാഷയിൽ പറയാച്ചാൽ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി രണ്ടുപേരെയും. പെണ്ണ് അഡ്വക്കേറ്റാണ്, പയ്യൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഭയങ്കര, ഇനി ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കിയെന്നൊന്നും പറയരുത് കേട്ടോ. എൻ്റെ നാട്ടിൽ പറയുന്നൊരു ഭാഷയാണേ അതും കൂടി ഞാൻ പറയാം. അത് ചിലപ്പം ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയില്ലായിരിക്കാം, അവർ വിചാരിക്കും കളിയാക്കുന്നതാണെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. മേഡ് ഫോർ ഈച്ച് തരുന്ന ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മുടെ നാടൻ ഭാഷയിൽ സംസാരിച്ചതാണ്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. എന്നെ മാറ്റി നിർത്തിയ ആൾക്കാരൊക്കെ കാണേണ്ട ഒരു വീഡിയോ ആണിത്. ഒരു മുസ്ലിംസിൻ്റെ വിവാഹത്തിനാണ് ഞാൻ പോയത്. എന്നെ അങ്ങനെയും അവർ ക്ഷണിക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെയും ഞാൻ ഇവിടെ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കുന്നവരും ഒരുപാടുണ്ട്. അപ്പോൾ ആ ചേർത്ത് പിടിച്ചത് ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. അതിൻ്റെ മുമ്പായിട്ട് അവിടെ കുറേ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പിള്ളേരുടെ ഭാഗത്തൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ണോടിച്ച് പോവുക. കാര്യം എന്താണെന്നറിയോ, അവരെയും കൂടി ഒന്ന് നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവരണ്ടേ, അതുകൊണ്ട് മാത്രം. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ FB-യിൽ ഇടുന്നുണ്ട്, ഒക്കെ ഞാൻ റിയലായിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി കാണാം കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ, ഭയങ്കരമായിട്ട്. അതെ, ഇതാണ് നമ്മുടെ ഗാനമേള പിള്ളേർ കേട്ടോ.
അവരൊന്ന് ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ബാക്കി. ഇതാണ് അവിടെ ഗാനമേളയ്ക്ക് വന്ന പിള്ളേർ. നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ആ പാട്ടൊക്കെ ഇതിൽ എനിക്ക് വെക്കാൻ പറ്റാത്തതിലുള്ള കുറ്റബോധം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഉമ്മ ഇത്രയും ലോങ് കല്യാണത്തിന് പോരുക എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് ചോദിച്ചു അത്രയും ലോങ് പോകണമെന്ന്. എൻ്റെ ഫ്രണ്ടാട്ടോ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവരോടും ഒന്ന് പറഞ്ഞേര് എന്നെ ചേർത്ത് പിടിക്കുന്നവരും ഉണ്ട് എന്നുള്ളത്. കാരണം ഉമ്മാൻ്റെ കുടുംബത്തിൽ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും എന്നെ അകറ്റി നിർത്താറാ പതിവ്. അപ്പം അവരുടെ ഇടയിൽ നമ്മളൊരു കല്യാണത്തിന് പോയത് കാണിച്ചു കൊടുക്കണ്ടേ? അതും മുസ്ലിംസിൻ്റെ മഹർ കെട്ടുന്നത് എത്ര പേര് കണ്ടിട്ടുണ്ട്? കാണാത്തവർക്കായിട്ടാട്ടോ. നിങ്ങൾ എൻ്റെ ഫോളോവർ ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ ഉണ്ടാവും. അപ്പം അവരിൽ പലരും കാണാത്തൊരു കാഴ്ചയായിരിക്കും ഇത്, മഹർ അണിയിക്കുക. താലി കെട്ടും പോലെ തന്നെ എന്നൊന്നും പറയാനില്ല. നമ്മൾ തലയിൽ കൂടി ഒന്ന് കയറുന്നൊരു ചെയിന് ഇടുക എന്നുള്ളതാണ്. മഹറും നമ്മളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്ന് വെച്ചാൽ താലിയും നമ്മളും തമ്മിലല്ല ബന്ധം. ബാപ്പയുടെ കയ്യിലാണ് കൊടുക്കാറ്. ഇപ്പോഴാണ് ഓരോരുത്തർ താലി അണിഞ്ഞു കൊടുക്കാറ് കേട്ടോ. എൻ്റെയൊക്കെ ആ സമയത്ത് ബാപ്പയുടെ കയ്യിലായിരുന്നു കൊടുക്കാറ്. എൻ്റെയൊക്കെ സമയത്ത് എന്ന് പറയുന്നത് എൻ്റെയൊക്കെ വിവാഹ സമയത്താട്ടോ. അന്ന് ഇങ്ങനെ മഹർ അണിയിക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വളരെ റെയറായിരുന്നു. പക്ഷെ എനിക്കൊക്കെ അണിയിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ വാപ്പയുടെ കയ്യിൽ കൊടുത്തതാണ്. എല്ലാവരും വാപ്പയുടെ കയ്യിൽ തന്നെ കൊടുക്കുക. ബാക്കി പിന്നെ വേണമെങ്കിൽ ഒരു ചടങ്ങിനായിട്ട് അവർ കഴുത്തിലിട്ട് തരും. ചിലരിടൂല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ചിലർ പെങ്ങന്മാരാണ് ഇടുക. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക്. ഓരോരോ ഏരിയയിലേക്ക് ഓരോരോ ആചാരങ്ങളും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് അത് എടുത്ത് വെച്ച് പറയേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഇതാണ് എൻ്റെ ഫ്രണ്ട്. അപ്പം ചെക്കനെയും പെണ്ണിനെയും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ഇവരെ എത്ര പേരെന്നെ അറിയുമെന്നറിയോ? എൻ്റെ നാട്ടിലൊരു പക്ഷേ എന്നെ ആരും അറിയില്ലായിരിക്കാം. ഇവിടെ നിന്ന് എല്ലാവരും എന്നോട് ചോദിച്ചു ജസ്ന സലീം അല്ലേ എന്നുള്ളത്. അവർക്കുള്ള മറുപടിയൊക്കെ കൊടുത്തോണ്ടും ഇങ്ങനെ പോവുക കേട്ടോ, ചെക്കനെയും പെണ്ണിനെയും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം അരുൺ എവിടെയെന്ന് ചോദിക്കുകയാണ്. അരുണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അരുണ് വന്നിട്ടില്ലായിരുന്നു. പിന്നെ അരുണിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരാളാക്കി കൊടുത്തതിന് ശേഷം അരുണും കൂടി വന്ന കേട്ടോ. ഇയാളാണ് പെണ്ണിൻ്റെ ആങ്ങളയാട്ടോ. അങ്ങനെ അരുണും കൂടി സ്റ്റേജിലേക്ക് വന്ന് പെണ്ണിനെ കയറി കണ്ടു. പെണ്ണ് ശരിക്കും ഷോക്കായി പോയിട്ടോ. ഞാൻ വരൂ എന്നുള്ളത് അവരാരും വിചാരിച്ചില്ല. അതും കോഴിക്കോട് നിന്ന് കായംകുളത്തേക്ക് കല്യാണത്തിന്. അപ്പം എന്നെ നാട്ടുകാർ വിളിക്കാഞ്ഞിട്ടല്ലേടി എന്ന് ചോദിച്ച് കളിയാക്കാനില്ലല്ലേ? വേണ്ട, കളിയാക്കണ്ട. വിളിക്കാനുള്ള മനസ്സും പോകാനുള്ള മനസ്സും ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളിടത്തോളം നിങ്ങൾ കളിയാക്കണ്ട. എൻ്റെ കൂട്ടുകാരിയാണിത്. അപ്പം ഇത്രയും പ്രായമുള്ള കൂട്ടുകാരിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും അത്രയും പ്രായമുണ്ട് എന്നല്ലേ അതെ, എനിക്കും അത്രയും പ്രായമുണ്ട്. നല്ല കാര്യമല്ലേ അത്? അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഫോട്ടോയും വീഡിയോയും എടുത്ത് ചെക്കനും പെണ്ണിനും ഒരു ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് മെല്ലെ ഇറങ്ങി നേരെ ഫുഡും കഴിച്ച് ഇറങ്ങാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഫുഡ് അടിയിലേക്ക് പോട്ടെ. പണി പാളിയത് അവിടെ എത്തിയപ്പോഴാണ് അവറാച്ച മനസ്സിലായത്. ബീഫ് ബിരിയാണി ആയിരുന്നു. ഞാൻ എന്താ ചെയ്യുക ഏതാ ചെയ്യുക എന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പതിച്ചു പോയി നിന്നൊരു നിമിഷം. പക്ഷെ റൈസ് മാത്രം കഴിച്ച് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നേ ഞാൻ എന്ത് ചെയ്തേനെ മല്ലയ്യ. പക്ഷേ നമ്മുടെ കോഴിക്കോടൻ ബിരിയാണിയും ഈ പറഞ്ഞ് എന്താ പറയുക കുന്നംകുളം കായംകുളം ബിരിയാണിയും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. എന്ത് തന്നെ ആയാലും ബിരിയാണി പണിയായി. ഫുഡൊക്കെ കഴിച്ച് യാത്ര പറഞ്ഞ് പോവുക കേട്ടോ. ഇതാണ് പെണ്ണിൻ്റെ ആങ്ങളയാണിത്. അപ്പം അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവാം. എന്ത് നല്ല സ്നേഹമുള്ള മനുഷ്യരാണെന്നറിയോ? ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം ഇത്രയും സ്നേഹമുള്ള മനുഷ്യരെ. ഭക്ഷണമൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് പോകാൻ നോക്കുകയാണ്. എൻ്റെ കൂട്ടുകാരി. അദ്ദേഹത്തിനോടും വിട പറഞ്ഞ് പോവുകയാണ്. കാറിൽ കയറുന്നതിന് മുമ്പ് എന്നോടൊരു ഡയലോഗ് അടിച്ചു. അത് അരുണിനോട് എടുക്കാൻ വിട്ടുപോയി. ഒരു ഉമ്മ തന്നിട്ട് പോയേ എന്ന് പറഞ്ഞു. അത്രമേൽ സ്നേഹമുള്ളൊരു കൂട്ടുകാരിനെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യം ചെയ്തിരിക്കുന്നു. അങ്ങനെ കല്യാണ വീട്ടിൽ നിന്ന്
എല്ലാം കഴിഞ്ഞ് ഇറങ്ങി ചോറൊക്കെ കഴിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നാളത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇന്ന് വൈകിട്ട് 5 മണിക്കായിരുന്നു സമർപ്പിക്കാൻ വിചാരിച്ചത്. പക്ഷെ അത് ഞാൻ മാറ്റി. അതെന്തുകൊണ്ടാ വെച്ചാൽ ബീഫ് ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലും ബീഫിൻ്റെ ചോറ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുളിക്കുകയൊന്നും ചെയ്യാതെ പത്മനാഭനെ കാണാൻ പോയാൽ അത് നെഗറ്റീവായിട്ടേ എനിക്ക് ബാധിക്കുള്ളൂ. ഒരിക്കലും എനിക്ക് പോസിറ്റീവായിട്ട് ബാധിക്കില്ല. അതെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നില്ല. നാളെ രാവിലെ പോവുള്ളൂ. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എത്രമാത്രം സ്നേഹമുള്ള ആൾക്കാരുടെ അടുത്തേക്കായി ദൈവം എന്നെ എത്തിച്ചത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം സ്നേഹമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് അകറ്റി നിർത്തുന്ന ആൾക്കാർ, നിങ്ങളിതൊക്കെ ഒന്ന് കാണണം. എന്നെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് എന്നുള്ളത്. ഏതായാലും ഒരുപാട് താങ്ക്സ് പറയാണ് കണ്ണനോട്. എല്ലാവരും ഞാൻ ഇവിടെ എത്തിപ്പെട്ടതും കണ്ണൻ കാരണമാണ്, എവിടെ എത്തിപ്പെടുന്നതും കണ്ണൻ കാരണം തന്നെയാണ്. അപ്പോൾ ഏതായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് ഫോട്ടോ സമർപ്പിക്കണം എന്ന് വിചാരിച്ചു. അതിന് നാളെ രാവിലത്തേക്കാക്കി. അതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യൂല, കാരണം ബീഫാണ്. ചിക്കൻ പിന്നെ പുറത്ത് വെജിറ്റേറിയൻ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. അപ്പോൾ ചോറ് കഴിക്കാതെ പോരുന്നതും ശരിയില്ലല്ലോ. അപ്പം നാളെ രാവിലെ കുളിച്ച് റെഡിയായിട്ട് വേണം പത്മനാഭനെ കാണാൻ പോകാൻ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. കല്യാണ വീഡിയോ ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ ബൈ ദ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ഒരു ബൈ പറഞ്ഞ എന്നെ കാണാൻ വരും. അതെയോ? ആ കല്യാണത്തിന് ഓക്കെ ആ പോവാ. ശരി കേട്ടോ. ഓക്കെ. എത്ര സ്നേഹമുള്ള മനുഷ്യരാന്നറിയോ ഇവിടെ. കല്യാണ വീട്ടിൽ സ്റ്റാർ ഞാൻ തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും എന്നെ അറിയും. എൻ്റെ നാട്ടിൽ ചിലപ്പോൾ ഒരു പക്ഷെ എന്നെ ഇങ്ങനെ അറിയണ്ടാവില്ല, അത്രയ്ക്ക് ആൾക്കാരെ അറിയും. ഏതായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ള കണ്ണനും ഞാനൊരു കിടന്നുറങ്ങുകയാണ്. നാളത്തേക്ക് സമർപ്പിക്കുക എന്ന് വിചാരിച്ച കാര്യം ഇന്ന് തന്നെ സമർപ്പിക്കാമെന്ന് തീരുമാനിച്ചു. ഇന്ന് 1,00,000 ദീപം സമർപ്പണമാണല്ലോ അവിടെ. അപ്പോൾ എൻ്റെ ഒരു പരിചയത്തിലെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം മാത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവുകയാണ്. ഇന്ന് തന്നെ കൊടുക്കുക. ഇന്ന് എന്തോ വിശേഷപ്പെട്ട ദിവസമാണോ അല്ലേ, നാളത്തേക്ക് മാറ്റി വെക്കണ്ട, ഇന്ന് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ആ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കുളിച്ച് ഫ്രഷായി ഒരു സാരിയൊക്കെ ചുറ്റിയിട്ട് വേണം പോവാൻ. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയല്ലേ. ഞാൻ ഇവിടെ കിടക്കുക, അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ച് ഞാൻ തലവേദന ലസിത പറയും പോലെ എവിടെ പോയി വരുമ്പോഴേക്കും ഓള് തലവേദന ആയിട്ട് ഹോസ്പിറ്റലിലാ. എന്താപ്പ ചെയ്യ അല്ലേ, അങ്ങനെയാണ്. ഏതായാലും ഗുഡ്സ് കുലുക്കും പോലെ ഇങ്ങനെ കുലുക്കല്ലടേ. ഓന് ഗുഡ്സ് കുലുക്കും പോലെ അങ്ങാണ്ട് ഇങ്ങനെ കുലുക്കുന്നു. ഗുഡ്സിന്റെ വേക്കിലാണെ പായിട്ട് കിടക്കായിരുന്നു. ഇതിനെക്കാട്ടി സുഖാ ഗുഡ്സ്. പ്രിയ എന്നപ്പോ കേട്ടല്ലോ, പറഞ്ഞത് ആരാണെന്നുള്ളത്. എന്നിട്ട് പ്രിയക്കാണെങ്കിലും സുഖാവേക്ക് പായിട്ട് കിടക്കാം. പ്രിയന്റെ കുടിച്ചാ, രണ്ടാളുടെ പേരും ബൈജു എന്നാണ്. എന്താ ചെയ്യാ. ഏതായാലും പുതിയൊരു ഗസ്റ്റിനെ, പുതിയൊരാളെ, പുതിയൊരു ചേച്ചിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ. താങ്ക് ഗോഡ് കണ്ണ. ഓക്കെ, എവിടുന്ന് വന്നു പൊട്ട് എന്ന് ആലോചിക്കണ്ട. ഒരു പൊട്ട് ഇവിടെ വണ്ടീൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം സെയിം കളറല്ലേ, അങ്ങനെ എടുത്ത് കുത്തിയതാണ് ഗായ്സ്.
അപ്പം എനിക്ക് ഗംഗ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. ഗംഗ ചേച്ചീനെ ഞാൻ വീഡിയോസിൽ കാണിക്കോ എന്ന് ചോദിച്ചാൽ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കും. കാരണം അത്രയ്ക്ക് എന്നെ കാണാൻ എന്നോട് പറയാ, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല നീ വരുന്നത് കൊണ്ട് എന്ന് പറഞ്ഞൊരു ചേച്ചിയാണത്. പക്ഷെ ഓരോക്കെ കാണിക്കുന്നതിനെ കൊണ്ടല്ല, അവരിപ്പോ ഭംഗിയുള്ളതോ ഭംഗിയില്ലാത്തതോ എങ്ങനത്തെ വേണമെങ്കിലും പെണ്ണായിക്കോട്ടെ അല്ലെ പെണ്ണുങ്ങളായിക്കോട്ടെ, അതിനെയും കൂടി കാണിച്ചിട്ട് പാവോ ആൾക്കാർ പറയൂ നല്ലൊരു സാധനത്തിനെ അപ്പുറം മറ്റേ ഒരു എന്താ മുപ്പത്തിനെ പറ്റി വെറുതെ ഇല്ലാത്ത പറയൂ. എനക്കാണ് നല്ല കാണിക്കാണ്ടിരിക്കുന്നതായിരിക്കും. വെറുതെ എടിയോ കിടക്കുന്ന പാകത്തിനെ പിടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടുന്നു. വന്നവർക്കറിയാം എന്തോ സങ്കടം ഉണ്ടെന്നുള്ളത്. പിന്നെ പറയുന്ന ആൾക്കാരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല, തന്തയ്ക്ക് നല്ലയ്ക്കും പെറുക്കാത്ത ഒരാളെ പറയാ. പക്ഷെ അതിനും വേറൊരു കാര്യം കിട്ടോ, ആയിരുന്നോ എന്ന് പറഞ്ഞിരിക്കും. ഇന്നലെയോ കഴിഞ്ഞ സംഘാനോ വീഡിയോ ഇട്ടോ പറയുന്നവര് പറഞ്ഞോട്ടെ, എന്നാലും വീഡിയോ കാണാലോ. ചേട്ടനെ നമ്മൾ ഇന്നലെ കൊടുങ്ങല്ലൂരിന്ന് പറയുന്നവര് പറഞ്ഞോട്ടെ, എന്താ പറയുന്നത്, എന്താ മോളെ തന്നെ വെച്ചോ. കൊടുങ്ങല്ലൂരിന്ന് ഒരു ചേട്ടന് ഞാൻ ചോദിച്ചു, ഞാൻ വീഡിയോസിൽ ഇട്ടോട്ടെ. ഓ അതിനെന്താ തെറി പറയുകയാണെങ്കിലും ഞാൻ കണ്ടോളൂല്ലേ, ഇങ്ങെന്തിനു ബേജാറാകത്തെന്ന് ചോദിച്ചു. അല്ല, ഗംഗ ചേച്ചിയുടെ സാഹചര്യത്തോട് നമ്മൾ നോക്കണം. നമുക്ക് 10 പോസിറ്റീവ് ഇല്ല, ഞാൻ കാണിക്കൂല. 10 പോസിറ്റീവ് വരും, പക്ഷെ ഒരു നെഗറ്റീവ് ആയിരിക്കും വരിക. ആ നെഗറ്റീവിനെ ഇഗ്നോർ ചെയ്യാന് ചിലപ്പം ചേച്ചിക്ക് പറ്റി എന്ന് വരൂല. പാവം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ചേച്ചിയാണത്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ചേച്ചിയാണത്. അതിന് വെറുതെ എന്നെ വെച്ചിട്ട് എന്നോടുള്ള വൈരാഗ്യം അതിനോട് തീർക്കുമ്പോൾ പാവ അത് ഒന്നിനും ഇല്ലാത്ത അത് എനിക്കൊരു പട്ടിയോ അപ്പൊ എനിക്കൊരു സ്ഥലം തന്നു എന്നതിന്റെ പേരിൽ വെറുതെ അതിന് ഒട്ടകത്തിന് ഇടം ഒട്ടകത്തിന് ഈ ഇടം കൊടുത്തതിന്റെ അവസ്ഥ ആവരുത് അവർക്ക്. അതുകൊണ്ടാണ് ഞാൻ ഗംഗ ചേച്ചീനെ കാണിക്കില്ല എന്ന് പറഞ്ഞത്. പേര് പറഞ്ഞത് പിന്നെ ഏത് ഗംഗ എന്ത് ഗംഗ എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് പേര് പറഞ്ഞത്. അപ്പൊ ഗംഗ എന്നല്ല, അങ്ങനെ വിചാരിച്ചാ മതി, ശോഭനയാണെന്ന് കൂട്ടിയാ മതി നിങ്ങള്. അപ്പൊ അതുകൊണ്ടാണ് ഇനിയുള്ള യാത്രയിൽ ഗംഗ ചേച്ചിയുടെ എല്ലാം കൂടെ ഉണ്ടാവും. പക്ഷെ ആളെ കാണൂല, സ്വരം വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരിക എന്നല്ലാതെ ഇനി എന്നോട് ജസ്റ്റ് ഞാൻ എടുത്ത് ഇട്ടോ എന്ന് പറഞ്ഞാലും ഞാൻ ഇടൂല. കാരണം അല്ലടോ, അത്രക്ക് സെൻസിറ്റീവാ. ഞാൻ വരുമെന്ന് കേട്ടിട്ട് ഇന്നലെ ഒരു രാത്രി ഉറങ്ങാതെ എനിക്ക് കാത്തിരിക്കണമെങ്കിൽ അത്രക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആളാണ്. ഇനി അത് പറയണ്ട, ലോഡ്ജിലേക്ക് വിളിച്ച മാതിരി ഓളൊന്നും പറഞ്ഞുണ്ടാക്കൂലേ. അങ്ങനെ സംഭവം. എന്നിട്ട് ഞാൻ അവിടെ വീടിൻ്റെ അടുത്ത് എത്താനായി. അപ്പോൾ എത്തുന്നതോടുകൂടെ ഞാൻ ഈ ഒരു സീരീസ് എന്നുവെച്ചാൽ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കും. പക്ഷെ എന്നാൽ ഞങ്ങൾ എടുത്തിടും, സമ്മതമാണെങ്കിൽ മാത്രം ഞങ്ങൾ അത് അല്ല, എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ച് അടുത്തത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന എപ്പിസോഡായിരിക്കും. അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ കാണുക, താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോവുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പം അതിൻ്റേതായിട്ടുള്ള ചിട്ടയിലും ചടങ്ങിലും പോകേണ്ടത് കൊണ്ട് ഞാൻ അവിടെ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം മാത്രമേ പോകുന്നുള്ളൂ. അതവിടെ ഇവിടെയൊക്കെ ഷോപ്പുണ്ട്, എനിക്ക് ഡ്രസ്സ് മേടിക്കണമല്ലോ. ഞാൻ ഒരു കാൽക്കുലേഷൻ്റെ പുറത്താണ് വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷേ ആ കാൽക്കുലേഷനൊക്കെ ഒരു കൂട്ടം ഡ്രസ്സ് കൂടി മേടിക്കണം. കണ്ടോ 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 എന്നെ മുതലെടുക്കുന്നത് കണ്ടോ മുതലാളി. 300 കിലോമീറ്റർ 457 കിലോമീറ്റർ ഓടിയ ഓനിപ്പ പറയുന്നത്. ഞാനൊക്കെ ആണെ 1500 കിലോമീറ്റർ ഗുഡ്സും കൊണ്ടുപോകും അന്നപ്പാ. ഓൻ്റെ ഒരു കാറും കൊണ്ട് 1400 കൊണവൊന്നുമില്ലെന്ന് ഇല്ലേ വിളെ രസിതേ. ഗുഡ്സും കൊണ്ട് നമുക്ക് പോയിക്കൂടെ? എനിക്ക് വേഗത്തിൽ വായിട്ട് തന്നാ പോരെ, ഈ കട കടന്നാ പോരെ. ഗുഡ്സ് നല്ല വണ്ടിയാണ്, നല്ല പുള്ളിങ്ങുള്ള വണ്ടിയാണ്. നല്ല പുള്ളിങ്ങുള്ള വണ്ടിയാണ് ഗുഡ്സ്.
അപ്പം അങ്ങനെയാണ്. മീശ വിരിക്കലാ, ഒന്ന് വീഡിയോ എടുക്ക്. വേണ്ട. അപ്പൊ അങ്ങനെയാണ് സംഭവം. എന്നിട്ട് ഗംഗ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. ബാക്കിയൊക്കെ അവിടെ എനിക്ക് പോകുന്ന പോക്കിൽ എവിടെയെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഒരു കൂട്ടം ഡ്രസ്സ് കൂടി എടുക്കണം. കാരണം ഞാൻ ഇന്ന് ഈ ഒരു കോസ്റ്റ്യൂമിൽ കല്യാണത്തിലും അമ്പലത്തിലും പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. നാളെ പോകാനുള്ള അമ്പലത്തിൽ പോകാനുള്ള സാരിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ എനിക്ക് പോകാനുള്ളതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മൊത്തം ഒന്നും മിണ്ടല്ല, ഒന്നും അടക്ക് ഞാൻ കാണും കൂട്ടം മൊത്തം 3 കൂട്ടം പുതിയ ഡ്രസ്സായിരുന്നു ഞാൻ എടുത്ത് വെച്ചത്. വരുന്നതടക്കം 4 കൂട്ടമായിരുന്നു പുതിയത് എടുത്തത്. അതിലൊന്നിപ്പം 2 ദിവസം അല്ല, ഒന്ന് പ്രതീക്ഷിക്കാതെ 2 ദിവസം അല്ല 2 ഡ്രസ്സ് ഒരു ദിവസം 2 അവസ്ഥ വന്നു. അതുകൊണ്ട് ഇനി ഒരു കൂട്ടം ഡ്രസ്സും കൂടി മേടിക്കണം. അത് പോകുന്ന പോക്കിൽ എവിടെന്നെങ്കിലും മേടിക്കാമെന്ന് വിചാരിക്കുന്നു. അതിനല്ലേ അരുണേട്ടയം. അപ്പോൾ അത് പറ്റിയാവുന്ന മേടിക്കണം. ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവും കേട്ടോ. അത് കിട്ടുകച്ചാൽ അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഏതാണ് ഡ്രസ്സ് എടുത്തതെന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇന്നലെ വരുന്ന വഴിക്ക് ഞാൻ എടുത്ത ഒരു ഡ്രസ്സ് എടുത്തതാണത്. പിന്നെ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ട് പോകുന്നതായിരുന്നു. എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ പോകുന്ന പോക്കിൽ ഡിസ്പ്ലേയിൽ നല്ലത് കണ്ടപ്പോൾ എടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ബൈ.